Welcome to a new video tutorial about the lesson My Sister's Shoes. This lesson is a screenplay which is actually an extract from the script of the famous film The Children of Heaven, directed by the Iranian filmmaker Majid Majidi. മൈ സിസ്റ്റേഴ്സ് ഷൂസ് എന്ന അധ്യായത്തെ സംബന്ധിച്ച ഒരു വീഡിയോ ട്യൂട്ടോറിയലിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രസിദ്ധ ഇറാനിയൻ സിനിമാ സംവിധായകൻ മാജിദ് മജീദിയുടെ ഏറെ പ്രസിദ്ധമായ ചിൽഡ്രൻ ഓഫ് ഹെവൻ എന്ന സിനിമയുടെ തിരക്കഥയുടെ ഒരു ചെറുഭാഗമാണ് മൈ സിസ്റ്റേഴ്സ് ഷൂസ് എന്ന നമ്മുടെ ഈ അധ്യായം. നമുക്കാദ്യം ഈ സിനിമയുടെ സംവിധായകനും തിരക്കഥ രചയിതാവുമായ മാജിദ് മജീദിയെ ഒന്ന് പരിചയപ്പെടാം. Majid Majidi, born 17 April 1959, is an Iranian film director, film producer and screenwriter. He has directed several feature films including The Color of Paradise, Bahran and The Willow Tree. In 1998, Majidi directed the film Children of Heaven, which was nominated for the Academy Award for Best Foreign Language Film. This is the first Iranian film to have been nominated by the Academy. 1959 ഏപ്രിൽ 17 ജനിച്ച മാജിദ് മജീദി ഏറെ പ്രസിദ്ധനായ ഒരു ഇറാനിയൻ ഫിലിം സംവിധായകനും ഫിലിം നിർമ്മാതാവും തിരക്കഥ രചയിതാവുമാണ്. അദ്ദേഹം ഒട്ടനവധി പ്രസിദ്ധമായ ഫീച്ചർ ഫിലിമുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ദ കളർ ഓഫ് പാരഡൈസ്, ബഹ്റാൻ, ദ വില്ലോ ട്രീ എന്നിവയെല്ലാം. 1998 മാജിദ് മജീദി സംവിധാനം ചെയ്ത ചിൽഡ്രൻ ഓഫ് ഹെവൻ ഏറ്റവും നല്ല വിദേശ ഭാഷാ സിനിമയ്ക്കുള്ള അക്കാദമി അവാർഡിന് നോമിനേറ്റ് ചെയ്യപ്പെട്ടു. ആദ്യമായി അക്കാദമി അവാർഡിന് നോമിനേറ്റ് ചെയ്യപ്പെടുന്ന ഇറാനിയൻ ഫിലിമും അതായിരുന്നു. Now let's go through the screenplay. Scene 1, Cobbler's Shop. രംഗം 1, ഒരു കോബ്ലറുടെ ഷോപ്പ് അഥവാ ഒരു ചെരുപ്പ് കുത്തിയുടെ കട. ക്ലോസപ്പ് ഓഫ് എ കോബ്ലർ സ്റ്റിച്ചിങ് എ ഗേൾസ് ഷൂ. Only the pink shoe and the cobbler's hands are in the frame. The camera moves back to middle distance to show Ali sitting on a low chair next to the cobbler and watching him work. The cobbler finishes stitching the shoes, picks up the other one of the pair and hands them both to Ali. കോബ്ലർ ഒരു പെൺകുട്ടിയുടെ ഷൂ തുന്നി നന്നാക്കുന്നതിൻ്റെ ക്ലോസപ്പ് ചിത്രം ഇപ്പോൾ സ്ക്രീനിൽ കാണാം. സ്ക്രീനിൽ കോബ്ലറുടെ കൈയും പിങ്ക് നിറത്തിലുള്ള ഷൂസും മാത്രമേ കാണുന്നുള്ളൂ. അലി ഒരു ചെറിയ കസേരയിൽ ഇരുന്നു കൊണ്ട് കോബ്ലറുടെ ജോലി നോക്കിയിരിക്കുന്നത് കാണിക്കുന്നതിന് വേണ്ടി ക്യാമറ പിറകോട്ട് നീങ്ങുന്നു. കോബ്ലർ തൻ്റെ ജോലി പൂർത്തീകരിച്ച് മറ്റ് ഷൂസും എടുത്ത് രണ്ടും അലിക്ക് നൽകുന്നു. കോബ്ലർ: That will be 30 tomans. പണി പൂർത്തീകരിച്ച് ഷൂ അലിക്ക് നൽകിക്കൊണ്ട് കോബ്ലർ അതിന് കൂലി പറയുന്നു. 30 ടോമാൻ. ടോമാൻ എന്നുള്ളത് ഒരു പഴയകാല പേർഷ്യൻ കറൻസിയാണ്, ഇറാനിൽ നിലവിലുണ്ടായിരുന്നത്. ഇപ്പോൾ ഇറാനിൽ നിലവിലുള്ളത് ഇറാനിയൻ റിയാലാണ്. എന്നിരുന്നാലും സാധാരണക്കാരും കച്ചവടക്കാരും ഒക്കെ ഇപ്പോഴും റിയാലിന് പകരം ടോമാൻ എന്ന് അവിടെ പറയാറുണ്ട്. അലി: താങ്ക് യു. gives money to the cobbler. അലി കോബ്ലർക്ക് നന്ദി പറഞ്ഞ് പണം നൽകുന്നു. കോബ്ലർ: here is your change. picks up coins from the money box to give to Ali. ഇതാ നിന്റെ ബാക്കി എന്ന് പറഞ്ഞുകൊണ്ട് കോബ്ലർ തൻ്റെ പെട്ടിയിൽ നിന്ന് അലിക്ക് നൽകാനായി നാണയങ്ങൾ പെറുക്കിയെടുക്കുന്നു. cut to the streets outside. ഇനി പുറത്ത് തെരുവിൽ നിന്നുള്ള കാഴ്ചകൾ കാണിക്കുന്നതിന് വേണ്ടി ക്യാമറ തെരുവിലേക്ക് തിരിയുന്നു. Seen from across the street. The cobbler's shop where Ali and the cobbler are sitting can be seen. To the right of the cobbler's shop is a door with a curtain hanging on it, which appears to open into a row house. Ali is leaving the shop. അലിയും കോബ്ലറും ഇരിക്കുന്ന ഷോപ്പ് ഇപ്പോൾ തെരുവിൽ നിന്ന് കാണാം. കോബ്ലറുടെ ഷോപ്പിന് വലതുവശത്തായി കർട്ടൻ തൂക്കിയ ഒരു വാതിലുണ്ട്. അത് തുറക്കുന്നത് ഒരേ തരത്തിലുള്ള വീടുകളുടെ ഒരു നിര തന്നെയുള്ള സ്ഥലത്തേക്കാണ്, അഥവാ റോ ഹൗസുകളിലേക്ക്. അലി കോബ്ലറുടെ ഷോപ്പ് വിട്ടിറങ്ങുന്നു. അലീസ് വോയിസ്: താങ്ക് യു. ദ കോബ്ലേഴ്സ് വോയിസ്: യു ആർ വെൽക്കം, ഗുഡ് ബൈ.
ആലി കോബ്ലർക്ക് നന്ദി പറയുന്നതിൻ്റെയും കോബ്ലർ തിരിച്ച് യു ആർ വെൽക്കം ഗുഡ് ബൈ എന്നൊക്കെ പറയുന്നതിൻ്റെയും ശബ്ദം ഇപ്പോൾ കേൾക്കാം. എ മാൻ വിത്ത് എ പാർസൽ അണ്ടർ ഹിസ് ആം വാക്സ് അപ് ടു ദ കർട്ടൻ ഡോർ, lifts the curtain and goes in. As Ali comes out of the cobbler's shop, putting the shoes into a small black bag in his hand, walks down the street and moves out of the frame on the left. അലി കോബ്ലറുടെ ഷോപ്പിൽ നിന്നിറങ്ങി പുറത്തേക്ക് വരുന്ന സമയം തന്നെ മറ്റൊരാൾ തൻ്റെ കക്ഷത്തിൽ ഒരു പൊതിയും പിടിച്ചുകൊണ്ട് കർട്ടനിട്ട ആ വാതിൽ കടന്ന് അകത്തേക്ക് പോകുന്നു. അലി തൻ്റെ കയ്യിലുള്ള കറുത്ത ബാഗിലേക്ക് ഷൂകൾ വെക്കുന്നു. എന്നിട്ട് തെരുവിലേക്ക് നടന്നു വന്ന് ചിത്രത്തിൽ നിന്ന് മറയുന്നു. സീൻ 2 ബേക്കറി. രംഗം 2 ഒരു ബേക്കറി. ഇൻസൈഡ് ദ ബേക്കറി, ഷോട്ട്സ് ഓഫ് ബ്രെഡ് ബീങ് ബേക്ക്ഡ്. ക്ലോസ് അപ്പ് ഓഫ് എ ഹാൻഡ് പുട്ടിംഗ് ഇൻ ടു ദ സ്റ്റൗ, kneaded flour spread on a baking board and taking out the baked naan. ബേക്കറിക്കകത്ത് റൊട്ടി ചുട്ടെടുക്കുന്ന രംഗങ്ങൾ. അടുപ്പിലേക്ക് നീളുന്ന കൈകളും കുഴച്ച മാവ് ഒരു പലകയിൽ നിരത്തിവെച്ചതും ചുട്ട നാൻ റൊട്ടികൾ പുറത്തെടുക്കുന്നതും കാണാം. നാൻ എന്നുള്ളത് ഒരു തരം റൊട്ടിയാണ്. എ ടൈപ്പ് ഓഫ് തിക്ക് ആൻഡ് ലോങ് ബ്രെഡ്. The camera pans slightly to the right to show Ali picking up the naan dropped by the cook and stacking them on a cloth spread on a wooden plank. ഒരു മരപ്പലകയിൽ വിരിച്ച തുണിയിലേക്ക് നാൻ റൊട്ടികൾ അടുക്കി വെക്കുന്ന അലിയെ ചിത്രത്തിൽ കാണിക്കുന്നതിന് വേണ്ടി ക്യാമറ വലതുവശത്തേക്ക് നീങ്ങുന്നു. The camera moves back to show Ali and 3 cooks sitting around the stove, kneading and putting it inside the stove. അലിയെയും അടുപ്പിന് ചുറ്റുമിരുന്ന് മാവ് കുഴക്കുകയും റൊട്ടി ചുടുകയും ചെയ്യുന്ന 3 പാചകക്കാരെയും കാണിക്കാൻ വേണ്ടി ക്യാമറ വീണ്ടും പുറകോട്ട് ചലിപ്പിക്കുന്നു. Ali finishes stacking the naan and ties up the cloth into a bundle. അലി റൊട്ടി അടുക്കി പെറുക്കി വെക്കുന്നത് പൂർത്തീകരിച്ച് ആ തുണി ഒരു ഭാണ്ഡം പോലെ കെട്ടുന്നു. സീൻ 3 The footpath outside the bakery. രംഗം 3 ബേക്കറിക്ക് പുറത്തുള്ള ഒരു നടപ്പാത. A small group of men are waiting in a queue outside the bakery to buy naan. നാൻ റൊട്ടികൾ വാങ്ങുന്നതിന് വേണ്ടി ഒരു കൂട്ടം ആളുകൾ ബേക്കറിക്ക് പുറത്ത് വരി വരിയായി നിൽക്കുന്നു. The outline of buildings in the street is seen in the distance. Ali is seen coming out from the bakery into the footpath, the parcel of naan in his right hand and the parcel of shoes in his left. He crosses the pavement and walks into a vegetable store. തെരുവിന് സമാന്തരമായി കെട്ടിടങ്ങളുടെ നീണ്ട നിര കാണാം. ബേക്കറിയിൽ നിന്ന് അലി നടപ്പാതയിലേക്ക് ഇറങ്ങി വരുന്നത് കാണാം. അവൻ്റെ വലത് കൈയിൽ റൊട്ടിയുടെ ഭാണ്ഡവും ഇടതു കൈയിൽ ഷൂ വെച്ച ബാഗുമുണ്ട്. റോഡരികിലെ നടപ്പാതയെ മുറിച്ചു കടന്ന് അവൻ ഒരു വെജിറ്റബിൾ ഷോപ്പിലേക്ക് കയറുന്നു. He places the bundle of naan on top of a pile of boxes of vegetables stacked in front of the shop, and the bag of shoes in a small gap between 2 boxes. കടയുടെ മുന്നിൽ കൂട്ടിയിട്ടിരിക്കുന്ന വെജിറ്റബിൾ പെട്ടികളുടെ മുകളിൽ റൊട്ടിയുടെ ഭാണ്ഡം അവൻ വെക്കുന്നു. ഷൂ ബാഗ് വെജിറ്റബിൾ പെട്ടികൾക്കിടയിലെ ഒരു വിടവിലും വെക്കുന്നു. On the soundtrack, a hawker's voice is heard. Salt, salt for trade. The shopkeeper is seen standing behind the counter. ഉപ്പ് കച്ചവടം ചെയ്യുന്ന ഒരു തെരുവ് കച്ചവടക്കാരൻ ഉപ്പ് വിൽക്കാനുണ്ട് എന്ന് വിളിച്ചു പറയുന്ന ശബ്ദം കേൾക്കാം. വെജിറ്റബിൾ കടയിൽ കടയുടമ തൻ്റെ കൗണ്ടറിനപ്പുറം നിൽക്കുന്നതും കാണാം. Ali to the shopkeeper. Assalamu alaikum. Akbaraka, I need some potatoes. Ali കടയുടമ അക്ബറിനോട് അസ്സലാമു അലൈക്കും, എനിക്ക് കുറച്ച് ഉരുളക്കിഴങ്ങുകൾ വേണം അക്ബറക്ക എന്ന് പറയുന്നു. അക്ക എന്നുള്ളത് ഒരു ഇറാനിയൻ ശൈലിയാണ്. മിസ്റ്റർ, സർ എന്നൊക്കെ അർത്ഥം വരുന്ന ഒരു ആദരസൂചകമായ ഒരു പ്രയോഗം.
Akbar, the shopkeeper, gives Ali a small bag to put potatoes in. Ali starts picking the large wholesome potatoes in a box at the top of the heap. ഉരുളക്കിഴങ്ങുകൾ എടുക്കാൻ ഒരു ചെറിയ കറുത്ത കവർ അക്ബർ അലിക്ക് നൽകുന്നു. അലി നല്ല മുഴുത്ത ഉരുളക്കിഴങ്ങുകൾ അവിടെ കൂട്ടിവെച്ച പെട്ടികളിൽ മുകളിലുള്ളതിൽ നിന്ന് തന്നെ എടുക്കുന്നു. അക്ബർ, നോട്ട് ദോസ് കിഡ്സ്, പിക്ക് സം ഡൗൺ ദർ. ഇത് കണ്ട് അക്ബർ, അതെടുക്കല്ലേ, അത് അവിടെ താഴെയുള്ളതിൽ നിന്ന് എടുക്കൂ എന്ന് അക്ബർ പറയുന്നു. Ali moves to the right, squats down and fills the bag with smaller potatoes from a box on the floor. Close-up of Ali picking the potatoes. അലി തൻ്റെ വലതുവശത്തേക്ക് നീങ്ങി തറയിൽ കുനിഞ്ഞിരുന്ന് ഒരു പെട്ടിയിൽ നിന്ന് ചെറിയ ഉരുളക്കിഴങ്ങുകൾ ബാഗിൽ നിറക്കുന്നു. അലി ഉരുളക്കിഴങ്ങുകൾ ശേഖരിക്കുന്ന ക്ലോസപ്പ് ചിത്രം ഇപ്പോൾ കാണാം. കട്ട് ടു വ്യൂ ഓഫ് ദ ഷോപ്പ് ഫ്രം ദ പേവ്മെന്റ്. ഇനി നടപ്പാതയിൽ നിന്ന് ആ കടയിലേക്കുള്ള കാഴ്ചയിലേക്ക്. എ മാൻ പുഷിംഗ് എ ഹാൻഡ് ക്രാഫ്റ്റ് ഫിൽഡ് വിത്ത് ജങ്ക് enters the frame from the right and stops in front of the shop. ചപ്പുചവറുകൾ ശേഖരിക്കുന്ന ഒരാൾ തൻ്റെ കൈവണ്ടിയും തള്ളിക്കൊണ്ട് വലതുവശത്തു നിന്നും പ്രവേശിക്കുന്നു. അയാൾ ആ വെജിറ്റബിൾ കടയുടെ മുമ്പിൽ വന്നു നിൽക്കുന്നു. The junk collector loudly to the shopkeeper, "Assalamu alaikum, with your permission." ആ ജങ്ക് കളക്ടർ കട ഉടമയോട് ഉറക്കെ പറഞ്ഞു, "അസ്സലാമു അലൈക്കും, ഞാൻ ഈ ചവറുകൾ എടുക്കുകയാണേ" എന്ന്. ജങ്ക് എന്ന് പറഞ്ഞാൽ വേസ്റ്റ്, ഗാർബേജ്, അതെല്ലാം കളക്ട് ചെയ്യുന്ന ആള്, അതെല്ലാം ശേഖരിക്കുന്ന ആളാണ് ദ ജങ്ക് കളക്ടർ. The junk collector picks up bundles of used polythene bags lying scattered on the floor near the boxes of vegetables and throws them into the cart. He sees Ali's parcel of shoes. Taking it for junk, he picks it up and puts in the cart. തറയിൽ ചിതറിക്കിടക്കുന്ന പ്ലാസ്റ്റിക് കവറുകളെല്ലാം ജങ്ക് കളക്ടർ ശേഖരിക്കുന്നു. അവയെല്ലാം അയാൾ തൻ്റെ വണ്ടിയിലേക്ക് മാറ്റുന്നു. അലിയുടെ ഷൂസ് ബാഗും അദ്ദേഹം കാണുന്നു. വേസ്റ്റ് ആയിരിക്കുമെന്ന് കരുതി അതും അദ്ദേഹം തൻ്റെ വണ്ടിയിലേക്ക് എടുത്തു മാറ്റുന്നു. ദ ജങ്ക് കളക്ടർ, ഗുഡ് ബൈ. അക്ബർ, ഗുഡ് ബൈ. ദ ജങ്ക് കളക്ടർ ലീവ്സ്. അക്ബറും ആ ജങ്ക് കളക്ടറും പരസ്പരം ഗുഡ് ബൈ പറഞ്ഞ് ജങ്ക് കളക്ടർ പോകുന്നു. കട്ട് ടു വ്യൂ ഫ്രം ഇൻസൈഡ് ദ ഷോപ്പ്. വീണ്ടും വെജിറ്റബിൾ ഷോപ്പിന്റെ അകത്ത് നിന്നുള്ള കാഴ്ചകളിലേക്ക്. അക്ബർ ഈസ് ഓൺ ദ ലെഫ്റ്റ് എഡ്ജ് ഓഫ് ദ ഫ്രെയിം കൗണ്ടിങ് മണി. കട ഉടമ അക്ബർ ചിത്രത്തിൽ ഇടതുഭാഗത്തായി പണം എണ്ണിക്കൊണ്ട് നിൽക്കുന്നു. കട്ട് ടു അലി ഫില്ലിംഗ് ഹിസ് ബാഗ് വിത്ത് പൊട്ടറ്റോസ്. അലി കവറിൽ ഉരുളക്കിഴങ്ങ് നിറക്കുന്ന കാഴ്ചയിലേക്ക്. Ali finishes filling the bag and hands it to Akbar for weighing. Akbar holds the bag in his hand to feel the weight for a moment and hands it back to Ali. അലി കവർ നിറച്ചു കഴിഞ്ഞ് തൂക്കി നോക്കുന്നതിന് വേണ്ടി അക്ബറിന് കൈമാറുന്നു. ആ കവർ തൻ്റെ കയ്യിൽ പിടിച്ച് നോക്കിക്കൊണ്ട് തന്നെ അക്ബർ തൂക്കം മനസ്സിലാക്കി അലിക്ക് തിരിച്ചു കൊടുക്കുന്നു. അക്ബർ, 65 tomans. അക്ബർ അതിൻ്റെ വില പറയുന്നു. 65 ടമാൻസ് അതിൻ്റെ വില. അലി, മൈ മാം സെഡ് ടു പുട്ട് ഇറ്റ് ഇൻ ഓർ ടാബ്. അലി അതിന് മറുപടി പറയുന്നത്, അത് ഞങ്ങളുടെ അക്കൗണ്ടിൽ ചേർക്കാൻ അമ്മ പറഞ്ഞിട്ടുണ്ട്. അക്ബർ, tell her your account has reached its limit. She should pay at least part of it. ഇത് കേട്ട അക്ബർ അലിയോട് പറയുന്നു, നിന്റെ അമ്മയോട് പറയുക അക്കൗണ്ട് അതിൻ്റെ പരിധിയിലെത്തിയിരിക്കുന്നു, കുറച്ചെങ്കിലും പണം അടയ്ക്കണം എന്ന് നിന്റെ അമ്മയെ അറിയിക്കണം. അലി, all right. അലി ടേൺസ് ടു ഗോ. ഇതിന് ശരി ഞാൻ പറയാം എന്നും പറഞ്ഞ് അലി പോകാൻ ഒരുങ്ങുന്നു.
Cut to view from outside the shop. ഇനി ആ കടയുടെ പുറത്തു നിന്നുള്ള കാഴ്ചയിലേക്ക്. He goes to the pile of boxes in front of the shop and picks the bundle of naan and then looks for the bag of shoes. Unable to find it, he places the bag of naan atop the vegetable boxes and begins to search underneath. കടയുടെ മുമ്പിലുള്ള പെട്ടികളുടെ കൂട്ടങ്ങളുടെ അടുത്തേക്ക് അലി പോകുന്നു. അവിടെ വെച്ചിരുന്ന റൊട്ടിയുടെ ഭാണ്ഡം എടുക്കുന്നു. ശേഷം അവിടെ തന്നെ വെച്ചിരുന്ന ഷൂസ് ബാഗിന് വേണ്ടി തിരയുന്നു. അത് കണ്ടെത്താൻ കഴിയാതെ റൊട്ടിയുടെ ഭാണ്ഡം വീണ്ടും പെട്ടിക്ക് മുകളിൽ വെച്ചുകൊണ്ട് അടിയിലെല്ലാം തിരയാൻ തുടങ്ങുന്നു. First he puts his hand and then his head in the gap between the boxes of vegetables, which upsets them all. The vegetable boxes tumble and vegetables scatter on the ground. പെട്ടികൾക്കിടയിൽ ആദ്യം കൈയിട്ടും പിന്നെ തലയിട്ടും തിരയുന്നു. പെട്ടികളെല്ലാം തലകീഴായി മറിഞ്ഞു വീഴുന്നു. വെജിറ്റബിൾ എല്ലാം തറയിൽ ചിതറിത്തെറിക്കുന്നു. On hearing the sound, Akbar comes running from inside the shop and sees the vegetables strewn on the ground. ശബ്ദം കേട്ട് അക്ബർ പുറത്തേക്ക് ഓടി വരുന്നു. തറയിൽ വാരി വിതറിയ പോലെ കിടക്കുന്ന വെജിറ്റബിൾ കാണുന്നു. Akbar, annoyed, "What the hell are you doing? Why did you spill this? Are you crazy?" ഇതെല്ലാം കണ്ട് വർദ്ധിച്ച ദേഷ്യത്തോടു കൂടി അക്ബർ ചോദിക്കുന്നു, "എന്ത് നാശമാണ് നീ ഈ ചെയ്യുന്നത്? എന്തിനാ നീ ഇതെല്ലാം ഇവിടെ ചൊരിഞ്ഞത്? നിനക്കെന്താ ഭ്രാന്തുണ്ടോ?" Ali, looking at him with guilt, "My sister's shoes have disappeared." ഇത് കണ്ട് അലി കുറ്റബോധത്തോടു കൂടി അക്ബറിനെ നോക്കിക്കൊണ്ട് പറയുന്നു, "എന്റെ സഹോദരിയുടെ ഷൂസ് കാണുന്നില്ല." അക്ബർ, "Get lost, beat it." ദേഷ്യത്തോടുകൂടി അക്ബർ വിളിച്ചു പറയുന്നു, "പോയി തുലയ്, ഓടിപ്പോ ഇവിടെ നിന്ന്" എന്ന് ആക്രോശിക്കുന്നു. അലി, "I left my sister's shoes here." ഇത് കേട്ട് വീണ്ടും അലി പറയുന്നു, "ഞാൻ എൻ്റെ സഹോദരിയുടെ ഷൂസ് ഇവിടെ വെച്ചിരുന്നു." അക്ബർ, "I said get lost." Bangs his fist on the pile of boxes. ഇത് കേട്ട് വർദ്ധിച്ച ദേഷ്യത്തോടു കൂടി അക്ബർ, "നിന്നോട് പോകാനാ പറഞ്ഞത്." ഇതും പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന വെജിറ്റബിൾ ബോക്സിന് മുകളിൽ തൻ്റെ കൈമുഷ്ടി കൊണ്ട് ശക്തമായി അടിച്ച് ശബ്ദമുണ്ടാക്കുന്നു. അലി റൺസ് അവേ സ്കേർഡ്. അലി പേടിച്ചോടുന്നു. സീൻ 4, അലീസ് ഹൗസ്. രംഗം 4, അലിയുടെ വീട്. Middle distance shot of Ali and his sister Zahra reading their textbook kneeling on the mattress. A baby's cry is heard faintly on the soundtrack. അലിയും തൻ്റെ സഹോദരി സഹറയും ബെഡിൽ മുട്ടുകുത്തിയിരുന്ന് പാഠപുസ്തകങ്ങൾ വായിക്കുന്ന രംഗത്തിൻ്റെ ഷോട്ടുകൾ കാണാം. ഒരു കൊച്ചുകുട്ടിയുടെ നേർത്ത കരച്ചിൽ ശബ്ദം ഇപ്പോൾ കേൾക്കാം. The camera closes in on Zahra, who is writing in a notebook, mumbling the words as she writes. Ali, how am I going to school without shoes? ഒരു നോട്ട്ബുക്കിൽ താൻ എഴുതുന്ന പദങ്ങൾ ചെറു ശബ്ദത്തിൽ ഉരുവിട്ടുകൊണ്ട് എഴുതുന്ന സഹറയുടെ മേൽ ക്യാമറ പതിയുന്നു. അവൾ എഴുതുന്നത്, "അലി, ഷൂസ് ഇല്ലാതെ ഞാൻ എങ്ങനെ സ്കൂളിൽ പോകും?" ഇതാണ് അവൾ ആ നോട്ട്ബുക്കിൽ എഴുതിയത്. The camera moves back to middle distance. Now both Zahra and Ali are in the frame. Their parents' conversation on the other end of the room is heard on the soundtrack, interspersed with the sound of a hammer banging. രണ്ടു പേരെയും കാണും വിധം ക്യാമറ അകലേക്ക് നീങ്ങുന്നു. മുറിയുടെ അങ്ങേ അറ്റത്ത് നിന്ന് ഒരു ചുറ്റിക അടിക്കുന്ന ശബ്ദം ഇടകലർന്നുകൊണ്ട് അവരുടെ രക്ഷിതാക്കളുടെ സംഭാഷണവും കേൾക്കുന്നു. Mother off screen, "Go to your company store tomorrow. We don't have any formula left." ആ അമ്മ അച്ഛനോട് പറയുന്നു,
നാളെ നിങ്ങളുടെ കമ്പനി സ്റ്റോറിൽ പോവുക. നമ്മുടെ കുഞ്ഞിൻ്റെ ബേബി ഫുഡ് തീർന്നിരിക്കുന്നു. ഇത് പറയുന്നത് ഓഫ് സ്ക്രീൻ ആയിട്ടാണ്, അതായത് സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടാതെ സൗണ്ട് മാത്രമേ നാം കേൾക്കുന്നുള്ളൂ. ഈ സമയത്ത് സഹറ പാസസ് ഹെർ നോട്ട്ബുക്ക് ടു അലി. നേരത്തെ എഴുതി വെച്ചിരുന്ന ആ നോട്ട്ബുക്ക് സഹറ ഇപ്പോൾ അലിയിലേക്ക് നീക്കിക്കൊടുക്കുന്നു. അമ്മയുടെ ആവശ്യത്തിന് അച്ഛൻ്റെ പ്രതികരണം ഇതേപോലെ തന്നെ ഓഫ് സ്ക്രീൻ ആയിക്കൊണ്ട്, ഡോണ്ട് വറി, അത് പ്രശ്നമാക്കേണ്ട, ഞാൻ പോയി വാങ്ങിക്കൊണ്ടുവരാം എന്നർത്ഥത്തിൽ. എന്നിട്ട് ഫാദർ വീണ്ടും തുടർന്ന് പറയുന്നു, റഹീമക്കാസ് വൈഫ് ഹാഡ് സ്ലിപ്പ് ഡിസ്ക, സർജറി മെയ്ഡ് ഇറ്റ് വേഴ്സ്. റഹീമക്കയുടെ ഭാര്യയുടെ നടുവ് ഉളുക്കിയിരുന്നു. സർജറി ചെയ്തപ്പോൾ അത് കൂടുതൽ വഷളായി. Alternate close-ups of Ali and Zahra listening to their parents' conversation and looking at each other. അലിയും സഹറയും തങ്ങളുടെ രക്ഷിതാക്കളുടെ സംഭാഷണം ശ്രദ്ധിക്കുന്നതിൻ്റെയും പരസ്പരം നോക്കുന്നതിൻ്റെയും ഇടവിട്ടുള്ള ക്ലോസപ്പ് ചിത്രങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ വരുന്നു. Cut to middle distance shot of mother lying on a bed towards the left of the frame, leaning back against two propped up pillows. Father is sitting on a chair beyond the bed near the wall, chopping wooden flints with a hammer on a block. Behind him are two ledges on which are seen some vessels and cloths. രണ്ട് തലയിണകൾ കുത്തനെ നിർത്തി അതിലേക്ക് ചാരിക്കൊണ്ട് ബെഡിൽ കിടക്കുന്ന അമ്മയുടെ ചിത്രം സ്ക്രീനിൽ ഇടതുവശത്ത് കാണും വിധം ക്യാമറ മധ്യദൂരത്തേക്ക് നീങ്ങുന്നു. അച്ഛൻ കട്ടിലിനപ്പുറം ഒരു കസേരയിൽ ചുമരിനോട് ചേർന്നിരിക്കുന്നു. അയാൾ ഒരു ചുറ്റിക കൊണ്ട് മരക്കഷ്ണങ്ങൾ വീണ്ടും ചെറു കഷ്ണങ്ങളാക്കി കൊത്തി നുറുക്കിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പുറകിൽ രണ്ട് ചെറിയ തട്ടുകളുണ്ട്. അതിനു മുകളിൽ പാത്രങ്ങളും വസ്ത്രങ്ങളും വെച്ചിരിക്കുന്നു. ഫാദർ, യു ഷുഡ് ലേൺ ടു ലിവ് വിത്ത് ഇറ്റ്. അച്ഛൻ പറയുന്നു ആ അമ്മയോട്, നീ ഇതും വെച്ച് ജീവിക്കാൻ പഠിക്കണം. അതായത് ഈ അമ്മയ്ക്കും നടുവിന് ഡിസ്കിന് പ്രോബ്ലമുണ്ട്, അതും വെച്ച് നീ ജീവിക്കാൻ പഠിക്കണം, സർജറിക്കൊന്നും പോകേണ്ട എന്നർത്ഥത്തിൽ. കട്ട് ടു ക്ലോസ് അപ്പ് ഓഫ് അലി റീഡിംഗ് ഫ്രം ദ ബുക്ക് സഹറ ഹാസ് പാസ്ഡ് ഓൺ ടു ഹിം. സഹറ നൽകിയ നോട്ട്ബുക്ക് വായിക്കുന്ന അലിയുടെ ക്ലോസപ്പ് ചിത്രം. മദർ ഓഫ് സ്ക്രീൻ, വാട്ട് യു വാണ്ട് മീ ടു ഡു നത്തിങ് ഓൾ ഡേ. അമ്മ ഓഫ് സ്ക്രീനിൽ നിന്നുകൊണ്ട് തന്നെ, ഞാൻ എന്തു ചെയ്യണമെന്നാണ് നിങ്ങൾ കരുതുന്നത്? ദിവസം മുഴുവൻ ഒന്നും ചെയ്യാതിരിക്കുകയോ? അലി സ്റ്റാർട്ട്സ് റൈറ്റിംഗ് ഇൻ ദ നോട്ട്ബുക്ക്. ഈ സന്ദർഭത്തിൽ അലി ആ നോട്ട്ബുക്കിൽ എന്തോ എഴുതുന്നത് കാണുന്നു. ഫാദർ ഓഫ് സ്ക്രീൻ, വെൽ ദ ഡോക്ടർ ഹാസ് ഫോർബിഡൻ വർക്ക്. അച്ഛൻ അമ്മയോട് പറയുന്നു, നീ ജോലി ചെയ്യുന്നത് ഡോക്ടർ വിലക്കിയിരിക്കുന്നു. അലി റൈറ്റ്സ്, യു ക്യാൻ ഗോ ടു സ്കൂൾ വിത്ത് സ്ലിപ്പേഴ്സ്, mumbling the words as he writes, and passes the notebook to Zahra. Close up of the notebook. നിനക്ക് ചെരുപ്പ് ധരിച്ച് സ്കൂളിൽ പോകാം എന്ന് അലി ഉരുവിട്ടുകൊണ്ട് നോട്ട്ബുക്കിൽ എഴുതുന്നു. എന്നിട്ട് ആ നോട്ട്ബുക്ക് സഹറയ്ക്ക് കൈമാറുന്നു. ഇപ്പോൾ നോട്ട്ബുക്കിൻ്റെ ക്ലോസപ്പ് ചിത്രം സ്ക്രീനിൽ കാണാം. മദർ ഓഫ് സ്ക്രീൻ, കോക്കബ് ഖനോംസ് സിസ്റ്റർ ഹാഡ് സർജറി ആൻഡ് ഷീ ഈസ് ഫൈൻ. അമ്മ വീണ്ടും അച്ഛൻ്റെ അഭിപ്രായത്തെ ഖണ്ഡിച്ചുകൊണ്ട് പറയുന്നു, നമ്മുടെ കോക്കബ് ഖനൂമിൻ്റെ സഹോദരി സർജറി ചെയ്തു, അവൾക്കിപ്പോൾ സുഖമാവുകയും ചെയ്തിരിക്കുന്നു. കട്ട് ടു ക്ലോസ് അപ്പ് ഓഫ് സഹറ ടേക്കിംഗ് ദ നോട്ട്ബുക്ക് ആൻഡ് റീഡിംഗ് വാട്ട് അലി ഹാസ് റിട്ടൺ ഇറ്റ്. അലി നോട്ട്ബുക്കിൽ എഴുതിയത് വായിക്കുന്ന സഹറയുടെ ക്ലോസപ്പ് ചിത്രത്തിലേക്ക് ക്യാമറ തിരിയുന്നു. ഫാദർ ഓഫ് സ്ക്രീൻ, ഡോണ്ട് എവർ തിങ്ക് അബൌട്ട് സർജറി. അച്ഛൻ ആ അമ്മയോട് വീണ്ടും പറയുന്നു, നീ ഒരിക്കലും സർജറിയെക്കുറിച്ച് ചിന്തിക്കേണ്ട. ഇവിടെ നമുക്ക് മനസ്സിലാക്കാം, ഈ അമ്മയ്ക്ക് ഒരു ഫ്രാക്ചേർഡ് ഡിസ്ക് എന്ന് വെച്ചാൽ അമ്മയുടെ നടുവിനും പ്രശ്നമുണ്ട്. ഒരു സർജറി ചെയ്താൽ അത് സുഖം പ്രാപിക്കാം എന്നുള്ളതാണ് അമ്മ കരുതുന്നത്. പക്ഷേ അച്ഛൻ എപ്പോഴും സർജറിക്ക് എതിരാണ് സംസാരിക്കുന്നത്. അതിൻ്റെ കാരണം
അദ്ദേഹത്തിൻ്റെ കയ്യിൽ പണം മുടക്കാനില്ലാത്തത് കൊണ്ട് അദ്ദേഹം സർജറിയെ നിരുത്സാഹപ്പെടുത്തിയാണ് സംസാരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. Alternate close-ups of Zahra and Ali looking at each other. അലിയും സഹ്റയും പരസ്പരം നോക്കുന്ന ഇടവിട്ടുള്ള ക്ലോസപ്പുകൾ സ്ക്രീനിൽ തെളിയുന്നു. ഫാദർ ഓഫ് സ്ക്രീൻ, ഐ ഡോണ്ട് വാണ്ട് യു ടു ബിക്കം ക്രിപ്പിൾഡ്. ആ അച്ഛൻ വീണ്ടും തുടർന്ന് പറയുന്നു, നീ ഒരു മുടന്തിയായി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കട്ട് ടു ക്ലോസപ്പ് ഓഫ് സഹ്റ റൈറ്റിംഗ് ഇൻ ദ നോട്ട്ബുക്ക്. സഹ്റ വീണ്ടും നോട്ട്ബുക്കിൽ എഴുതുന്ന ക്ലോസപ്പ്. മംബ്ലിംഗ് ആസ് ഷി റൈറ്റ്സ്. Ali, you have some nerve. You lost my shoes. I'll tell Dad. താൻ എഴുതുന്നത് പിറുപിറുക്കുന്ന ശബ്ദത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് സഹ്റ എഴുതുന്നത്. അവൾ എഴുതുന്നു, അലി, നിനക്കല്പം ധൈര്യം അതല്ലെങ്കിൽ വികൃതി കൂടുന്നുണ്ട്. നീ എൻ്റെ ഷൂ കളഞ്ഞു. ഞാൻ അച്ഛനോട് പറയും. ക്വിക്ക് ക്ലോസപ്പ് ഓഫ് Ali looking at Zahra. She passes the notebook to Ali. Close-up of the notebook. പെട്ടെന്ന് അലി സഹ്റയെ നോക്കുന്ന ക്ലോസപ്പ്. അവൾ നോട്ട്ബുക്ക് അലിയുടെ അടുത്തേക്ക് നീക്കുന്നു. നോട്ട്ബുക്കിൻ്റെ ക്ലോസപ്പ് ഇപ്പോൾ സ്ക്രീനിൽ തെളിയുന്നു. The conversation of their parents continues on the soundtrack, now less audible, interspersed by the beat of the hammer on the block. ചുറ്റികയുടെ ശബ്ദം ഇടകലർന്നുകൊണ്ട് അവരുടെ രക്ഷിതാക്കളുടെ സംഭാഷണം ഇപ്പോൾ പതുങ്ങിയ ശബ്ദത്തിൽ കേൾക്കാം. ക്ലോസപ്പ് ഓഫ് അലി റൈറ്റിംഗ് ഇൻ ദ നോട്ട്ബുക്ക്. അലി നോട്ട്ബുക്കിൽ എഴുതുന്നതിൻ്റെ ക്ലോസപ്പ് ഇപ്പോൾ സ്ക്രീനിൽ തെളിയുന്നു. Two close-ups of father working on the other end of the room looking at the camera, interspersed with the close-ups of Ali and Zahra and a middle-range shot showing them. മുറിയുടെ അങ്ങേ അറ്റത്ത് അച്ഛൻ ക്യാമറയിലേക്ക് നോക്കിക്കൊണ്ട് ജോലി ചെയ്യുന്നതിൻ്റെയും അലിയുടെയും സഹ്റയുടെയും ഇടവിട്ടുള്ള ക്ലോസപ്പ് ചിത്രങ്ങൾ സ്ക്രീനിൽ വരുന്നു. അലി റൈറ്റ്സ് ഇൻ ദ നോട്ട്ബുക്ക് ആൻഡ് പാസസ് ഇറ്റ് ടു സഹ്റ. അലി വീണ്ടും എന്തോ നോട്ട്ബുക്കിൽ എഴുതുന്നു, എന്നിട്ട് സഹ്റയ്ക്ക് നൽകുന്നു. സഹ്റ റീഡ്സ് വാട്ട് Ali has written in the notebook in a whisper. Zahra, if you tell Dad, he will beat both of us because he doesn't have money to buy you a pair of shoes. അലി നോട്ട്ബുക്കിൽ എഴുതി കൊടുത്തത് സഹ്റ പതുങ്ങിയ ശബ്ദത്തിൽ വായിക്കുന്നു. അലി എഴുതിയത് ഇതാണ്: സഹ്റ, നീ അച്ഛനോട് പറഞ്ഞാൽ അച്ഛൻ നമ്മെ രണ്ടുപേരെയും അടിക്കും. കാരണം നിനക്കൊരു ജോഡി ഷൂ വാങ്ങാനുള്ള പണം ഇപ്പോൾ അച്ഛൻ്റെ കയ്യിലില്ല. സഹ്റ റൈറ്റ്സ്, then what should I do? In the notebook and passes it to Ali. Ali writes, you can wear my sneakers, and passes the notebook back. പിന്നെ ഞാൻ എന്ത് ചെയ്യും എന്ന് സഹ്റ നോട്ട്ബുക്കിൽ എഴുതി അലിക്ക് നൽകുന്നു. നിനക്ക് എൻ്റെ സ്നീക്കേഴ്സ് എന്ന് പറഞ്ഞാൽ കനം കുറഞ്ഞ ഒരു ഷൂ, അത് ധരിക്കാം എന്ന് അലി എഴുതി നോട്ട്ബുക്ക് സഹ്റയ്ക്ക് തന്നെ തിരിച്ചു നൽകുന്നു. സഹ്റ റൈറ്റ്സ്, I will wear them when you are back from school. നീ സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നിട്ട് ഞാനത് ധരിക്കാം എന്ന് സഹ്റ എഴുതുന്നു. During the passing of the notebook back and forth, only the notebook in close-up and hands are visible in the frame. Close-up of Zahra writing. The stub of her pencil breaks. Ali puts his pencil on the notebook for her to write. Zahra does not take the pencil. Close-up of pencil lying on the notebook. നോട്ട്ബുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്ന സമയത്ത് നോട്ട്ബുക്കും അവരുടെ കൈകളും മാത്രമേ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നുള്ളൂ. സഹ്റ എഴുതുന്നതിൻ്റെ ക്ലോസപ്പ് ചിത്രം കാണാം. അവളുടെ പെൻസിലിൻ്റെ മുന ഒടിയുന്നു. അവൾക്ക് എഴുതാനായി അലി തൻ്റെ പെൻസിൽ നോട്ട്ബുക്കിന് മുകളിൽ വെച്ചു കൊടുക്കുന്നു. എന്നാൽ സഹ്റ ആ പെൻസിൽ എടുക്കുന്നില്ല. നോട്ട്ബുക്കിന് മുകളിൽ പെൻസിൽ കിടക്കുന്നതിൻ്റെ ക്ലോസപ്പ് ചിത്രം ഇപ്പോൾ സ്ക്രീനിൽ തെളിഞ്ഞു നിൽക്കുന്നു. That's all about the screenplay My Sister's Shoes.
This screenplay very beautifully depicts the worries and concerns of an average Iranian working class family and the love and care among the members of the family. ഒരു സാധാരണ ഇറാനിയൻ തൊഴിലാളി കുടുംബത്തിലെ ആശങ്കകളും പ്രയാസങ്ങളും അതോടൊപ്പം തന്നെ കുടുംബാംഗങ്ങൾക്കിടയിലുള്ള സ്നേഹവും സാന്ത്വനവും വളരെ മനോഹരമായി വരച്ചു കാണിക്കുകയാണ് ഈ തിരക്കഥയിലൂടെ. കാര്യങ്ങൾ വ്യക്തമായിരിക്കും എന്ന വിശ്വാസത്തിൽ നിർത്തുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.